ഒരാഴ്ചക്കാലം നടന്ന സംഭവവികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് മഴക്കെടുതികളിൽ ആശ്വാസമില്ലാതെ ജനം ദുരിതക്കയത്തിൽ മുങ്ങുന്ന കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ഒരാഴ്ചയായി കേരളം സാക്ഷ്യം വഹിച്ചത്. കനത്ത മഴയ്ക്കൊപ്പം തുടർച്ചയായുണ്ടാകുന്ന ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ചേർന്ന് നാടിനെ ഭീതിയിലാഴ്ത്തുന്നു. ആശ്വാസ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോഴും ഭരണ സംവിധാനത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ അമർഷം പുകയുകയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന പ്രകൃതിയുടെയും മനുഷ്യനിർമ്മിത ദുരന്തങ്ങളുടെയും നേർക്കാഴ്ചയാണ് ഈ ആഴ്ചയിലെ സംഭവവികാസങ്ങൾ. അപ്പർ കുട്ടനാട്ടിലും പത്തനംതിട്ടയിലും പ്രളയ ദുരിതത്തിന് ഇനിയും അറുതിയായിട്ടില്ല. കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ മടവീഴ്ച തുടരുന്നതിനാൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. തിരുവല്ലയിലും പരിസര പ്രദേശങ്ങളിലും വെള്ളമിറങ്ങുന്നത് തികച്ചും മന്ദഗതിയിലാണ്. പത്തനംതിട്ടയിലെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 400ഓളം ആളുകളാണ് നിലവിൽ കഴിയുന്നത്. മഴക്കെടുതി കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിനെ ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്ന് കുട്ടനാട് MLA റെജി ചെറിയാൻ പരസ്യമായി കുറ്റപ്പെടുത്തി. കുട്ടനാട്ടുകാർ വലിയ കഷ്ടപ്പാടിലാണ്. മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും കിട്ടിയില്ല എന്ന് കുട്ടനാട് MLA റെജി ചെറിയാൻ പറഞ്ഞു. തോട്ടപ്പള്ളി സ്റ്റിൽവേയിലെ മാലിന്യങ്ങളും എക്കലും നീക്കം ചെയ്യുന്നതിൽ കളക്ടറുടെ ഭാഗത്തുനിന്ന് വലിയ അനാസ്ഥയാണുണ്ടായത്. AC റോഡ് നിർമ്മാണത്തിലെ അപാകതകളെക്കുറിച്ച് അന്വേഷണം വേണം. അന്വേഷിച്ചില്ലെങ്കിൽ ഞാൻ സ്വന്തം നിലയിൽ കോടതിയെ സമീപിക്കുമെന്നും കുട്ടനാട് MLA റെജി ചെറിയാൻ പറഞ്ഞു. അതേസമയം പ്രളയബാധിത മേഖലകൾ സന്ദർശിച്ച മുഖ്യമന്ത്രി VD സതീശൻ കാർഷിക മേഖലയിലെ നഷ്ടങ്ങളും വ്യാപാരികളുടെ പ്രശ്നങ്ങളും പ്രത്യേകമായി ചർച്ച ചെയ്യുമെന്നും ദുരിതബാധിതർക്ക് ആവശ്യമായ സഹായങ്ങൾ ഉറപ്പാക്കുമെന്നും പ്രഖ്യാപിച്ചു. അതോടൊപ്പം വെള്ളം കയറിയ എല്ലാ വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും 10,000 രൂപ വീതം ധനസഹായം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 6400-ലധികം പേരുണ്ട്, ക്യാമ്പിലുണ്ട്. തിരുവല്ല ഭാഗത്താണ് ഇപ്പോൾ കൂടുതൽ ക്യാമ്പുകൾ വന്നിരിക്കുന്നത്. വെള്ളം ഇറങ്ങാതിരിക്കുന്ന പ്രശ്നം അവിടെയാണ്. ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ വിലയിരുത്തി സംസ്ഥാന സർക്കാർ പൂർണ്ണമായ അധികാരം ജില്ലാ ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ട്. എത്ര രൂപ വേണമെങ്കിലും ചെലവാക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. ക്യാമ്പിലെ ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ശുചിയായ രീതിയിൽ ഭക്ഷണം കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ചെയ്തു വരുന്നുണ്ട് ഭംഗിയായിട്ട്. ആവശ്യമായ ടോയ്ലറ്റ് സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബയോ ടോയ്ലറ്റുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ലൈറ്റ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പോലീസിൻ്റെ പ്രത്യേകമായ സുരക്ഷാ സംവിധാനം എല്ലാ ക്യാമ്പുകളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിഞ്ഞു കഴിയുമ്പോൾ തിരിച്ച് വീടുകളിലേക്ക് പോകുന്നവർക്ക് വെള്ളം കയറിയ വീടുകൾക്ക് 10,000 രൂപ ധനസഹായമായിട്ട് അത് നൽകും. തീർച്ചയായിട്ടും ഇത് ഒരു പത്തനംതിട്ട ജില്ലയിൽ ഈ പ്രതിഭാസം വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ 2018-ലെയും 19-ലെയും വലിയ പ്രളയത്തിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ, അതിന് ശേഷമുള്ള ഒരു നടപടിക്രമങ്ങൾ സ്വീകരിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. പമ്പ ഉൾപ്പെടെയുള്ള നദികളിലെല്ലാം അന്ന് വന്നടിഞ്ഞ മണ്ണും ഓരോ പ്രളയത്തിലും വന്നടിയുന്ന മണ്ണും നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വെള്ളം ക്യാരി ചെയ്യാനുള്ള, വെള്ളം പോകാനുള്ള സ്ഥലം വളരെ കുറവാണ്. അപ്പോൾ ഈ മണ്ണ് പെട്ടെന്ന് നീക്കം ചെയ്താൽ മാത്രമാണ്. ഇതിപ്പോൾ ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം പൊങ്ങുന്ന സ്ഥലമായി പല പ്രദേശവും മാറിയിരിക്കുകയാണ്. അപ്പോൾ പുഴയുടെ ആഴം കുറഞ്ഞിരിക്കുകയാണ്. അത് മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ അടിയന്തരമായി തന്നെ സ്വീകരിക്കും. ഇവിടെ മാത്രമല്ല, സംസ്ഥാനത്ത് ഉടനീളം സ്വീകരിക്കും. അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യവും മുൻഗണനയും പത്തനംതിട്ട ജില്ലയിൽ കൊടുക്കും. അതുപോലെ കാലാവസ്ഥ പ്രവചനവുമായി ബന്ധപ്പെട്ട നിലവിലുള്ള സംവിധാനങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനുള്ള തീരുമാനം നമ്മൾ ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസീലിയൻസ് സിസ്റ്റം ഉണ്ടാവും. അതും ഏറ്റവും ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ നടപ്പാക്കാനുള്ള തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കൂടുതൽ റെയിൻ ഗേജ് സ്റ്റേഷനുകൾ, അത് മാനുവലായിട്ട് അല്ലാത്തതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൊണ്ടുകൂടി ഈ രംഗത്ത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന നല്ല ഏജൻസികളെ കൂടി, നല്ല ഏജൻസികൾ, ഇപ്പോൾ കൊച്ചി സർവകലാശാല ഉൾപ്പെടെയുള്ള ഹ്യൂം സെൻറ്റർ ഉൾപ്പെടെയുള്ള നല്ല ഏജൻസികളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഫലപ്രദമായ ഒരു ക്ലൈമറ്റ് പ്രഡിക്ഷൻ, കാലാവസ്ഥ നേരത്തെ തന്നെ അത് അറിഞ്ഞ് അപ്പോൾ ആ പ്രവചനത്തിൻ്റെ അത് വ്യാഖ്യാനിച്ച് കൃത്യമായിട്ടുള്ളൊരു വാർണിംഗ് സിസ്റ്റം, മുന്നറിയിപ്പ് സംവിധാനം ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഉണ്ടാകാൻ നോക്കും. പക്ഷെ ഇവിടെ ഞങ്ങൾ ഇന്നലെ വിശദീകരിച്ചതുപോലെ ഇപ്പോൾ ഉള്ള പ്രശ്നം, ഞങ്ങൾ ഈ മൺസൂണിന് മുമ്പ് തന്നെ സംസാരിച്ചാണ്, ഈ അതിതീവ്ര മഴയും അതുപോലെ ക്ലൗഡ് ബേഴ്സും ഉണ്ടാകുന്നത്. റഡാറിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ആളുകളെ മാറ്റുന്നതിനുള്ള സമയം കിട്ടുന്നില്ല. അത്ര ചെറിയ ഗ്യാപ്പിൽ ഇത്രയും വലിയ മഴ പെയ്യാണ്. 200 മില്ലിക്ക് മീതെ മഴ പെയ്താൽ തന്നെ അതിതീവ്ര മഴയാണ്. ഇവിടെ പല സ്ഥലത്തും 340 ആണ് വടശ്ശേരിക്കരയിലേത്. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഈ 200 മീതെ അതിതീവ്ര മഴ വളരെ കുറഞ്ഞ സമയം ഉണ്ടായിരിക്കുകയാണ്. പിന്നെ വെള്ളം പൊങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം വനത്തിന് അകത്തുണ്ടായ ലാൻഡ് സ്ലൈഡുകളും ലാൻഡ് സ്ലിപ്പുകളുമാണ്. ധാരാളം ലാൻഡ് സ്ലൈഡും ലാൻഡ് സ്ലിപ്പും വനത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ വലിയ ഭാഗ്യം കൊണ്ടാണ് വലിയ ഈ അധികം മരണങ്ങളോ അങ്ങനത്തെ വലിയ അപകടങ്ങളോ ഉണ്ടാകാതെ പോയതൊരു ഭാഗ്യത്തിന്റെ ഒരു ഘടകം കൂടി യഥാർത്ഥത്തിലുണ്ട്. അപ്പോൾ വനത്തിന് അകത്തു നിന്നും ആ പൊട്ടിയൊലിച്ചു വന്ന വെള്ളമാണ്. വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്, ചെറിയ ചെറിയ ലാൻഡ് സ്ലിപ്പുകൾ ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലാത്ത സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി പരിശോധിച്ചുള്ള ഒരു ഫലപ്രദമായ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫലപ്രദമായ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസിലിയൻസ് സിസ്റ്റം കേരളത്തിൽ ഉണ്ടാകുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കും. അതിന് പത്തനംതിട്ട ജില്ലയ്ക്ക് പൂർണ്ണമായ മുൻഗണന നൽകും. നമ്മൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും ആവശ്യമായ സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ 2 ഹെലികോപ്റ്ററുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആവശ്യമായ സ്ഥലത്ത് വേണമെങ്കിൽ ഏരിയലായിട്ട് സപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റും. അല്ലാത്ത സ്ഥലത്തുള്ള ഫുഡ് പാക്കേജുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. NDRFന്റെ ടീമിനെ എല്ലാ സ്ഥലത്തും റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. പോലീസ് ഈ ഏറ്റവും നമ്മൾ സംശയമുള്ള സ്ഥലങ്ങളിലെ പോലീസ് സേന മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൂടി വിന്യസിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിനെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. പോലീസിൽ തന്നെയുള്ള RTFനെ കൂടി, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ കൂടി സന്നദ്ധരായിട്ട് എല്ലാ സ്ഥലത്തും നിർത്തിയിട്ടുണ്ട്. നമുക്ക് ആകെ ഒരു ഭയമുള്ളത് ഈ അതിതീവ്ര മഴയാണ്. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എവിടെയാണ് ഇത്, അത് ഏറ്റവും നമ്മൾ പറഞ്ഞാൽ ഏറ്റവും സെൻസിറ്റീവായ സ്ഥലത്ത്, പ്രത്യേകിച്ച് ഈ പശ്ചിമഘട്ട മലനിരകളിലെ സെൻസിറ്റീവായ സ്ഥലത്ത് അത് പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലാൻഡ് സ്ലൈഡുകളും ലാൻഡ് സ്ലിപ്പുകളുമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. പിന്നെ ഈ നദിയിൽ ഈ മണ്ണ് വന്ന് അടിഞ്ഞു കിടക്കുന്നത്. ഇപ്പം ഈ ഒരു പ്രളയം കൂടി കഴിയുമ്പോഴേക്കും ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് മാലിന്യങ്ങളും മണ്ണും എല്ലാം വീണ്ടും വന്ന് അടിയാണ്. അപ്പം അതാണ് ഇപ്പോഴുള്ള പ്രസന്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു വെല്ലുവിളി. അതാണ് ഇത് മാറിക്കഴിഞ്ഞാൽ നമ്മൾ അടിയന്തര പ്രാധാന്യം കൊടുത്ത് ഇനി അടുത്ത ഫ്ലഡ് വരെ കാത്തിരിക്കാതെ 5-8 കൊല്ലമായി ഇത് ഇങ്ങനെ കെട്ടിക്കിടന്നിട്ട് ഒരു നടപടി എടുക്കാതെ ആ മുന്നൊരുക്കം ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇടുക്കിയിലെ പ്രധാന അണക്കെട്ടുകളിലൊന്നായ മലങ്കര ഡാമിന്റെ സംഭരണശേഷിയുടെ പകുതിയോളം മണ്ണും ചെളിയും അടിഞ്ഞുകൂടിയിരിക്കുകയാണെന്ന് കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടെത്തി. ഇതിനാൽ ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കേണ്ടി വരികയും തൊടുപുഴ, മൂവാറ്റുപുഴ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്യുന്നു. വർഷങ്ങളായി ചെളി നീക്കാത്തത് മൂലം 2745 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് വർഷം തോറും പാഴാകുന്നത്. സർക്കാരിന്റെ ഈ മുന്നൊരുക്കമില്ലായ്മയ്ക്കെതിരെ പ്രതിപക്ഷം കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. അതേസമയം മധ്യകേരളത്തിൽ ഗതാഗത തടസ്സത്തിനും ഭീതിക്കും വഴിവെച്ച സംഭവമായിരുന്നു തൃശൂർ കുതിരാൻ തുരങ്കത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിൽ. ഇന്നലെ പുലർച്ചെയോടെയാണ് തുരങ്കമുഖത്തിന് മുകൾ ഭാഗത്തുനിന്ന് വലിയ തോതിൽ മണ്ണും പാറക്കല്ലുകളും റോഡിലേക്ക് പതിച്ചത്. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയപാതയിലുണ്ടായ ഈ അപകടം വലിയ യാത്രാ തടസ്സത്തിന് കാരണമായി. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കുതിരാനിലെ മണ്ണിടിച്ചിലിനെ കുറിച്ച് സമഗ്രമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതിയെ നിയോഗിച്ചതായി മന്ത്രി OJ ജനീഷ് അറിയിച്ചു. ഉദ്യോഗസ്ഥരോടൊപ്പം തന്നെ മുകളിൽ കയറി പരിശോധന നടത്തിയതിൽ മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാൽ കൂടി ജിയോടെക് എഞ്ചിനീയേഴ്സിൻ്റെ ഉൾപ്പെടെയുള്ള സാന്നിധ്യത്തിൽ ഒരു പരിശോധന നടത്താൻ വേണ്ടി തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലുള്ള അവരുടെ കൂടി ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അവരോട് പരിശോധന നടത്തിയതിന് ശേഷമുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അന്തിമ തീരുമാനമെടുക്കും. നിലവിലെ സാഹചര്യത്തിൽ ഭയപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ്. എന്നിരുന്നാൽ കൂടി ഒരു വിദഗ്ധ അഭിപ്രായം നേടുന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് റവന്യൂ മിനിസ്റ്ററുമായി സംസാരിച്ചു. അദ്ദേഹം ജില്ലാ കളക്ടർക്ക് കൂടി അതിൻ്റെ ഭാഗമായിട്ടൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരുടെ കൂടി ഒരു അഭിപ്രായം എടുത്തതിന് ശേഷം മറ്റ് പ്രശ്നങ്ങളില്ല എങ്കിൽ സാധാരണ തുടരാൻ വേണ്ടി കഴിയും. അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ എടുക്കും. അപ്പോൾ തൊട്ടപ്പുറത്തെ പഴയ റോഡ് കൂടി പ്രാവർത്തികമാക്കേണ്ട ഒരു സാഹചര്യത്തെ സംബന്ധിച്ചിപ്പോൾ MLAയും കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ സൂചിപ്പിച്ചു. അതിനെ സംബന്ധിച്ച് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അത് ഇപ്പോൾ തുറന്ന് കൊടുക്കുക എന്നുള്ളതല്ല, ഏതെങ്കിലും ഘട്ടത്തിൽ അത്തരം ഒരു ആവശ്യം വന്നാൽ നമുക്ക് അടിയന്തരമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ആ റോഡ് കൂടി സജ്ജമാക്കി വെക്കേണ്ടതാണ് എന്നൊരു പൊതു അഭിപ്രായം എല്ലാവർക്കും ഉണ്ട്. അതും സ്വീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതും നടപടി എടുക്കേണ്ട കാര്യം തന്നെയാണ്.
മഴ ശക്തമായതിനൊപ്പം കുന്നിടിക്കലും അശാസ്ത്രീയമായ മണ്ണെടുപ്പും വൻ ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു മലപ്പുറം പാണക്കാട് എടയിപ്പാലത്തുണ്ടായ വൻ മണ്ണിടിച്ചിൽ. മാധ്യമപ്രവർത്തകരും പോലീസും നാട്ടുകാരും തലനാരിഴയ്ക്കാണ് ആ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പാണക്കാടുണ്ടായ മണ്ണിടിച്ചിലിന് കാരണം അനധികൃതമായി നടത്തിയ പാറ പൊട്ടിക്കലാണ്. നഗരസഭ മണ്ണ് നീക്കം ചെയ്യാൻ മാത്രമാണ് അനുമതി നൽകിയിരുന്നത്. എന്നാൽ ഇതിന്റെ മറവിൽ രഹസ്യമായി അവർ പാറ പൊട്ടിച്ചതാണ് വലിയ അപകടത്തിനെ വഴിവെച്ചതെന്ന് വ്യവസായ മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. റോഡ് തുറന്ന് കൊടുക്കുമ്പോൾ ഇവിടെ എത്രത്തോളം സേഫാണ് കളക്ടറും SP-യും അതുപോലെ തന്നെ ജിയോളജിയുടെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഉണ്ടല്ലോ. എക്സ്പെർട്ട് കമ്മിറ്റിയുടെ അഡ്വൈസ് പ്രകാരം ചെയ്യേണ്ട കാര്യമാണ്. അത് വൈകൂല. ഇന്നിപ്പോൾ വലിയ മഴയുടെ വാണിങ്ങുള്ളതല്ലേ, അതൊന്ന് നോക്കേണ്ടി വരും. അത് നോക്കി പിന്നെ മഴ മാറിയാൽ ഇതിനുള്ള പരിഹാരം പെർമനൻ്റ് സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ ഇനി കൺസ്ട്രക്ഷനൊന്നും പറ്റില്ല. ഒരുവിധ അത്തരം ആക്ടിവിറ്റീസും ഇവിടെ അനുവദിക്കൂല. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പിന്നെ എങ്ങനെ സേഫാക്കാം എന്നുള്ളത് അവർ എക്സ്പെർട്ട് കമ്മിറ്റി, കളക്ടർ അതാണ് പറയുന്നത്, എക്സ്പെർട്ട് കമ്മിറ്റി നോക്കിയിട്ട് പറയാമെന്നാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞ വാക്ക് തന്നെ അതുണ്ട്. അനധികൃതം ആണ് മണ്ണെടുപ്പ്, അല്ല പാറ പൊട്ടിക്കൽ. മണ്ണെടുത്ത് ചെയ്യാനുള്ള ഒരു പെർമിറ്റ് അവർക്ക് കുറേ മുമ്പേ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് അവർ ആരും അറിയാതെ എക്സ്പ്ലോസീവ് ഉപയോഗിച്ചത്. അതാണ് ഈ പ്രോബ്ലം മുഴുവൻ ഉണ്ടാക്കിയത്. 2019 ഇവിടെ മണ്ണിടിഞ്ഞ സ്ഥലമാണ്. വീണ്ടും ഇവിടെ ജിയോളജിസ്റ്റ് അടക്കം പരിശോധിച്ച് പാറ പൊട്ടിക്കാനടക്കം എങ്ങനെ പെർമിറ്റ് നൽകിയെന്നൊരു ഒരു പെർമിറ്റും പാറ പൊട്ടിക്കാൻ കൊടുത്തിട്ടില്ല. അതാണ് എക്സ്പ്ലോസീവിന് അവർക്ക് പെർമിറ്റ്. ഞങ്ങൾ ഇവിടെ പൊട്ട് കേട്ടപ്പോഴാണ് അവിടെ മറച്ചത് കണ്ടില്ലേ, അതിൻ്റെ അകത്ത് ആരും അറിയാതെ പൊട്ടിച്ചതാണ്. അതാണ് സംഭവം. പെർമിഷൻ കൊടുത്തു എന്നാണ് അവർ. നമ്മളൊക്കെ നേരത്തെ പോലീസിനോടൊക്കെ ബന്ധപ്പെട്ടിരുന്നു. ഈ നേരത്തെ പൊട്ടിക്കാനാ അല്ല, നേരത്തെ മണ്ണെടുത്ത സമയത്തൊക്കെ ഞങ്ങളൊക്കെ ബന്ധപ്പെട്ടു. അല്ല, രണ്ടും കൂടി കൂട്ടിക്കൊക്കെ മണ്ണെടുത്ത് പിന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മണ്ണെടുത്ത് അവിടെ ആയുർവേദ ആസ്പത്രിയോ പിന്നെ ഗവൺമെൻറ് മുനിസിപ്പാലിറ്റിൻ്റെ ആസ്പത്രി അതേപോലെ വേറെ എന്തൊക്കെയോ അവർക്കേ അറിയുള്ളൂ. എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പെർമിറ്റേ അവർക്കുള്ളൂ. പൊട്ടിക്കാനുള്ള പെർമിറ്റ് അവർക്കില്ല. നാട്ടുകാരല്ല, ഞാൻ തന്നെ പൊട്ടിൻ്റെ ശക്തി കൊണ്ടാണ് ഞാൻ അറിയുന്നത്. ഇവരൊക്കെ സാക്ഷിയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അയൽവാസികൾ, ഈ നാട്ടുകാർ മുഴുവൻ സാക്ഷിയാണ്. എന്താണ് പൊട്ടുന്നതെന്ന് ഞാൻ ചോദിച്ച് ഉടനെ എൻ്റെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ പോയി നോക്കി അവരെ കൊണ്ട് നിർത്തിച്ചു. മനസ്സിലായില്ലേ? യഥാർത്ഥ വിവരം അയൽവാസികളൊക്കെ ചോദിച്ചാൽ പറയും. പോയി അവരെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. ഇനിയിപ്പോൾ പിന്നെ പോട്ടേന്ന് വെച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പറ്റി ഇനി പൊട്ടിച്ചാൽ പിന്നെ കേസെടുക്കും എന്ന് എൻ്റെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ പോയി പറഞ്ഞു. അപ്പോൾ നിർത്തിയെന്ന് പറഞ്ഞു. പിന്നെ നിർത്താതെ പിന്നെയും പൊട്ടിച്ചു. ഒരു പ്രാവശ്യം കൂടി പൊട്ടിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ആദ്യം പൊട്ടിച്ചതിൻ്റെ ഇമ്പാക്റ്റ് ആയിരിക്കും ഇത്. 100% അനധികൃതമാണ്. ജിയോളജിസ്റ്റ് സ്ക്വാഡ് ഒക്കെ എൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അവരും പറയുന്നത് അനധികൃതമാണ്, പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കൽ. അതായത് ചെയർപേഴ്സൺ പറഞ്ഞതാണല്ലോ നേരത്തെ, മണ്ണെടുക്കാനും വളരെ ലൈറ്റായിട്ടുള്ള ഒരു ആയുർവേദ ആസ്പത്രിയും പിന്നെ പമ്പും അതിനു വേണ്ടിയാണ് അവർ നോക്കിയത്. അതും ഒരു പബ്ലിക് പിന്നെ പർപ്പസിന് വേണ്ടി ഉള്ള സംരംഭമാണ് മുനിസിപ്പാലിറ്റി കൊടുത്തത്. ഈ കാര്യങ്ങളൊക്കെ പറയാം. ഈ കാര്യങ്ങളൊക്കെ നടന്ന് ഞാൻ മന്ത്രിയാണതിന് മുമ്പുള്ളതാണ്. ഇനി അത് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. മനസ്സിലായില്ലേ? അവിടെ വല്ലാതെ എന്നോട് ചോദിക്കണ്ട. ഇപ്പം ആരുടെയെങ്കിലും പെരടിക്ക് വെക്കാൻ ഉദ്ദേശമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ വേറെ കാര്യം, അന്നത്തെ ഓഫീസർമാരാണ്, അന്നത്തെ ഗവൺമെൻറ്റാണ്, അന്നാണ് സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. മുനിസിപ്പാലിറ്റി ഞങ്ങളുടെയാണ്. അത് അവർ ആസ്പത്രി പ്രകൃതി ദുരന്തമാണെന്ന് ലഘൂകരിക്കാനുള്ള ശ്രമമുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമല്ലേ? മണ്ണെടുത്ത സ്ഥലത്ത് മാത്രമല്ലേ മണ്ണിടിച്ചിൽ? കല്ല് പൊട്ടിച്ചതിന് ഗവൺമെൻറ് വളരെ ശക്തമായി ആക്ഷൻ എടുക്കും. അതിൽ അവർക്ക് ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവരുടെ മറുപടി എന്താണ് എന്നുള്ളതിനനുസരിച്ചിരിക്കും ആക്ഷൻ. ഈ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മുഴുവൻ അനധികൃതമായ ക്വാറിയിങ് നിർത്താനും ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഈ അനുമതി കൊടുത്തതിനും അതുപോലെ തന്നെ ഇങ്ങനെ മണ്ണെടുക്കലിലൊക്കെ പരിശോധന നടത്തുന്നതിൽ നടപടി സ്വീകരിക്കുന്നതിലൊക്കെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യത്തിൽ വീഴ്ച ഉണ്ടായി, എന്താ സംശയം? അതുകൊണ്ടാണല്ലോ ഷോക്കോസ് കൊടുത്തത്. അതുകൊണ്ട് ഷോക്കോസ് കൊടുത്തു. കളക്ടറോ SP-യോ എല്ലാവരും അറിയില്ല. പക്ഷേ ജിയോളജി എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അവർക്ക് വീഴ്ച പറ്റും, അവർ നോക്കേണ്ടതല്ലേ. മാത്രമല്ല അവരെ ശ്രദ്ധയിൽ പിന്നെ എൻ്റെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഓഫീസർമാരും സ്റ്റാഫും പെടുത്തുകയും ചെയ്തു. എന്നിട്ടും അവർ ആക്ഷൻ എടുത്തിട്ടില്ല. അപ്പോൾ
അതിനാണ് ആ കാരണത്താലാണ് ഷോക്കോസ് കൊടുത്തത്. സംശയമൊന്നും വേണ്ട. സ്ഥല ഉടമ പറയുന്നത് 4,26,000 രൂപ റോയൽറ്റി അടച്ച് റിയോജിക്ക് അടച്ചിട്ടാണ്. സ്ഥല ഉടമ എന്താ പറയുന്നത്? സ്ഥലമോട് ചോദിക്കുക, ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് പണ്ടെങ്ങാണ്ട് തങ്ങൾ കുടുംബം വിറ്റുപോയ ഒരു സ്ഥലമാണ്. പിന്നെ അവർ വർഷങ്ങൾക്ക് ശേഷം എന്താ ചെയ്യണമെന്നുള്ളതൊക്കെ അവരോട് ചോദിക്കുക. അത് പണ്ട് സ്ഥലം വിറ്റ തങ്ങളോടോ അല്ലെങ്കിൽ അടുത്ത് താമസിക്കുന്ന എന്നോടോ ചോദിച്ചിട്ട് കാര്യമില്ല. ഉത്തര മലബാറിലും കനത്ത മഴ നാശം വിതയ്ക്കുകയാണ്. കാസർഗോഡ് നർക്കിലക്കാട് ചിറ്റാരിക്കൽ റോഡിലെ കോട്ടമല എസ്റ്റേറ്റിന് സമീപം ശക്തമായ ഉരുൾപൊട്ടലുണ്ടായി. പെയ്യുന്ന കനത്ത മഴയെ തുടർന്നാണ് ഈ മേഖലയിൽ രൂക്ഷമായ മലവെള്ളപ്പാച്ചിൽ രൂപപ്പെട്ടത്. കുന്നിൻ ചെരുവുകളിൽ നിന്ന് വൻതോതിൽ വെള്ളവും ചെളിയും കല്ലുകളും കുത്തിയൊലിച്ച് റോഡരികിലെ ചാലിലേക്കും സമീപത്തെ കൃഷിയിടങ്ങളിലേക്കും ഒഴുകിയെത്തുകയായിരുന്നു. എന്നാൽ അപകടം നടന്ന ഭാഗം ജനവാസ മേഖലയല്ലാത്തതിനാൽ വലിയൊരു ദുരന്തം ഒഴിവായി. താലൂക്ക് ഓഫീസിൽ നിന്നുള്ള റവന്യൂ അധികൃതർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. എസ്റ്റേറ്റ് മേഖലയായതിനാൽ സമീപത്ത് വീടുകളൊന്നുമില്ലെന്നും നിലവിൽ ആളപായ സാധ്യതയില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. വെള്ളവും ചെളിയും റോഡിലേക്ക് കയറിയെങ്കിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല. എങ്കിലും ഈ വഴി കടന്നുപോകുന്ന വാഹനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ തിരുവനന്തപുരത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ വൈകുന്നതിൽ പ്രതിഷേധിച്ച് അഞ്ചുതെങ്ങ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ ബന്ധുക്കൾ ഉപരോധ സമരം നടത്തി. കാണാതായവർക്കായി സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് ഫിഷറീസ് മന്ത്രി അബ്ദുൾ ഗഫൂർ പറഞ്ഞെങ്കിലും ഡെപ്യൂട്ടി ഡയറക്ടറുടെ വിശദീകരണത്തിൽ തൃപ്തരാകാതെ ജനങ്ങൾ പ്രതിഷേധം തുടർന്നു. തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ സ്കൂബ ടീം ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അവരിപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് അവിടെ എത്തിച്ചേരുന്നു. ഉടനെ തന്നെ എത്തിച്ചേരും. ഇന്നലെ നടന്ന പോലെ തന്നെ എല്ലാവിധ സെർച്ചുകളും ഇന്നും നടക്കുന്നുണ്ട്. കൂടുതൽ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാ രീതിയിലും സെർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതെ നമ്മളിപ്പോൾ ഈ ഗവൺമെൻറ് 2 മാസമേ ആയിട്ടുള്ളൂ വന്നിട്ട്. അപ്പം നമ്മളുടെ പ്രയോറിറ്റിയിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊരു ചെറിയ സമയം നമുക്ക് ആവശ്യമായിട്ട് വരും. ഇപ്പോൾ പുതിയതായി പല കാര്യങ്ങളും മോഡേണൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ബഡ്ജറ്റിൽ അതിന് നമുക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് വെച്ചുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ള കാര്യങ്ങൾക്കുമുള്ള ഒരു SOPയും ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനു വേണ്ടിയുള്ള മോഡേണൈസ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ഏർപ്പെടുത്തും. അതിനൊരു കുറച്ച് സമയം നമുക്കിപ്പോൾ 2 മാസം ആയുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അല്ലാതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പോൾ നമ്മൾ ഇത് എടുക്കുമ്പോൾ മറൈൻ ആംബുലൻസിൻ്റെ ഒരു അപര്യാപ്തത ഉണ്ട്. അപ്പോൾ അത് പുതുതായിട്ട് ഏർപ്പെടുത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഷോർട്ട് പീരീഡിൽ അതിനെ ഏർപ്പെടുത്താനുള്ള പരിമിതിയുണ്ട്. ഇനി നമ്മൾ വരുന്ന സമയത്ത് അത് പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്നതിന് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റിൽ അതിന് നമുക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ ഇതിനുള്ള സംവിധാനങ്ങൾ ഉടൻ തന്നെ അത് ഏർപ്പെടുത്തുന്നതാണ്. ഞാൻ സംസാരിച്ചു. ഇനിയിപ്പോൾ മറ്റേ വിജിത്ത് ജോണിൻ്റെ മകനുമായിട്ട് ഞാനിപ്പോൾ പോകുന്ന വഴിയിലൊന്ന് സംസാരിക്കും. മറ്റേ നീണ്ടകരയിൽ സംസാരിച്ചിരുന്നു. അവരുമായി സ്ഥിരം കോണ്ടാക്റ്റിലുണ്ട്. എല്ലാവരുമായിട്ട് കോണ്ടാക്റ്റിലുണ്ട്. അല്ല നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് സെർച്ച് നടക്കുക, കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്. ഏറ്റവും പ്രയോറിറ്റി നമ്മൾ അതിനാണ് കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ പുറകിലുണ്ട്. അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ഒരാളെ നഷ്ടപ്പെടുമ്പോഴുള്ള ദുഃഖം നമുക്കെല്ലാവർക്കും അറിയാം. അതിനൊപ്പമുണ്ട് അവർക്കൊരു ആശ്വാസം കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആശ്വാസം എന്ന് പറയുന്നത് സെർച്ച് നന്നായിട്ട് നടക്കുകയും അത് അതിലൊരു റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യുകയാണ് നമ്മുടെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അല്ല, മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. നമുക്ക് കൃത്യമായി നൽകിയിട്ടുണ്ട്. കാരണം നമ്മൾ അന്ന് ഈ ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള മേഖലയിൽ ഒരേ ദിവസം തന്നെയാണ് അന്ന് അപകടം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെതർ വാർണിംഗ് ഉണ്ടായിരുന്നു. വെതർ വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കുറച്ചുകൂടി കാര്യക്ഷമമാക്കാനുള്ള ഹാർബറുകളിൽ കുറച്ചുകൂടി കാര്യക്ഷമമായി അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതെ, ഇൻഷുറൻസിൻ്റെ കാര്യം ഇപ്പോൾ നടന്നതിലുള്ള സംഭവങ്ങൾ. പഴയ സംഭവങ്ങൾ ഉള്ളതെല്ലാം നമ്മൾ നോക്കി അത് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അല്ല അങ്ങനെ പർട്ടിക്കുലർ ആയിട്ടുള്ള കേസുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിച്ച് നടപടിയെടുക്കും.
നോർമലി ഇൻഷുറൻസ് ചെയ്ത് ബോട്ടാണ് ഇൻഷുറൻസ് ചെയ്യാറുള്ളത്. വലക്ക് ഇൻഷുറൻസ് സാധാരണ ഉണ്ടാവാറില്ല. ബോട്ടിന് ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് ഉള്ള ബോട്ടുകൾക്ക് ഇൻഷുറൻസ് കൊടുക്കാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും പർട്ടിക്കുലർ കേസിൽ കൊടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് നടപടിയെടുക്കും. അല്ല, നമ്മൾ ഒന്ന് ഈ രജിസ്ട്രേഷൻ പ്രശ്നങ്ങളുള്ളത് അല്ലെങ്കിൽ ഇൻഷുറൻസ് ടെക്നിക്കൽ പ്രശ്നങ്ങളുള്ള കാര്യങ്ങളാണ് ഡിലേ വന്നിട്ടുള്ളത്. അല്ലാതെ ഒരു ബോധപൂർവമായി കൊടുക്കാത്ത കേസുകൾ അങ്ങനെ ഡയറക്റ്റായിട്ട് വന്നിട്ടില്ല. അങ്ങനെയുള്ള കേസുകളും പരിഹരിച്ച് കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. മഴ തകർത്തു പെയ്യുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ മാത്രമല്ല, മനുഷ്യന്റെ അശാസ്ത്രീയമായ ഇടപെടലുകളും ഭരണകൂടത്തിന്റെ അനാസ്ഥയും മുന്നൊരുക്കമില്ലായ്മയുമാണ് ദുരന്തങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത്. പ്രകൃതിയെ ചൂഷണം ചെയ്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടയിടാനും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന 10,000-കണക്കിന് മനുഷ്യരിലേക്ക് അർഹമായ നഷ്ടപരിഹാരം വേഗത്തിൽ എത്തിക്കാനും അധികൃതർ ഇനി വൈകാതെ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയോടെ വാരാന്ത്യ കാഴ്ച ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.